നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെക്കോർഡ് വിലയിൽ നിന്നും കൂപ്പുകുത്തി തേങ്ങാവില. വെളിച്ചെണ്ണ വില ലിറ്ററിന് 260 രൂപയിലെത്തി. റെക്കോർഡ് വിലയിൽ നിന്ന് കൂപ്പുകുത്തി വീണ് പച്ചത്തേങ്ങ വില. 1 കിലോ പച്ചത്തേങ്ങയ്ക്ക് 42 രൂപയും ഉണങ്ങിയതിന് 52 രൂപയുമായിട്ടാണ് വിലയിടിഞ്ഞത്. 7 മാസത്തിനിടെ 1 കിലോയ്ക്ക് 36 രൂപയാണ് കുറഞ്ഞത്. ഇതിൻ്റെ ചുവട് പിടിച്ച് കൊപ്രയ്ക്കും വിലയിടിഞ്ഞു. കിലോയ്ക്ക് 200 രൂപയുണ്ടായിരുന്ന കൊപ്രയ്ക്ക് 150 രൂപയായി. ഉണ്ടക്കൊപ്രയ്ക്ക് 225 രൂപയിൽ നിന്ന് 180 കുറഞ്ഞു. വെളിച്ചെണ്ണ വില ലിറ്ററിന് 260 രൂപയിലെത്തി. തേങ്ങ ഉൽപ്പാദനം കൂടിയതും ഗൾഫിലേക്കുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിലച്ചതുമാണ് വിലയിടിവിനുള്ള കാരണം. കാലവർഷം തുടങ്ങി തേങ്ങയുടെ ലഭ്യത കുറഞ്ഞാൽ മാത്രമേ ഇനി വില ഉയരാൻ സാധ്യതയുള്ളൂ. വിലയിടിവ് കർഷകരെ പോലെ വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വില ഇനിയും താഴുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചനകളെന്ന് വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാളികേര കർഷകർക്ക് സുവർണകാലമായിരുന്നു. വില പടിപടിയായി ഉയർന്നാണ് കഴിഞ്ഞ വർഷം സർവകാല റെക്കോർഡായ 78 രൂപ വരെ എത്തിയത്. എന്നാൽ മാസങ്ങൾക്കിടെ 40% കുറഞ്ഞത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കി. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തേങ്ങ ഉൽപ്പാദനം കൂടിയത് US ഇറാൻ യുദ്ധം തുടങ്ങിയവയാണ് വിലയിടിവിന് പ്രധാന കാരണമായി പറയുന്നത്. ഇത്തവണ ചൂട് കൂടുതലായതിനാൽ തേങ്ങ പെട്ടെന്ന് മൂപ്പെത്തിയതും വിപണിയിൽ കൂടുതൽ തേങ്ങ എത്താൻ കാരണമായി. ഉണങ്ങാത്ത പച്ചത്തേങ്ങ പൊടിയാക്കി ഗൾഫിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ ഗൾഫിൽ യുദ്ധം കാരണം അങ്ങോട്ടേക്കുള്ള കയറ്റുമതി നിലച്ചതിനാൽ കമ്പനികൾ തേങ്ങ വാങ്ങുന്നത് നിർത്തിയതും തിരിച്ചടിയായി. നേരത്തെ വിലയിടിവുണ്ടാകുമ്പോൾ കേരഫെഡ് മുഖേന കൃഷി വകുപ്പ് പച്ചത്തേങ്ങ സംഭരണം നടത്തിയിരുന്നു. അങ്ങനെ വില പിടിച്ചു നിർത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് മാത്രമാണ് കേരഫെഡിൻ്റെ സംഭരണമുള്ളത്. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കർഷകർ കൊടുക്കുമ്പോൾ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഈ വലിയ വിലയിടുമെന്നും കാണുന്നുമില്ല. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.